ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളിവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പ്രോൺസ് പിസ്സയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് താമസിക്കാതെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായി നമുക്ക് 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ആവശ്യമാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ടയെല്ലാം പോകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. എന്നിട്ട് ഈ മിക്സ് 10 മിനിറ്റത്തേക്ക് അടച്ചു വെക്കുക. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈസ്റ്റ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരുന്നതായിട്ട് കാണാം. ഈ ഈസ്റ്റ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നാൽ മാത്രമേ നമ്മുടെ പിസ്സ നല്ല സോഫ്റ്റായിട്ട് കിട്ടൂ. അടുത്തതായിട്ട് നമുക്ക് പിസ്സയ്ക്കുള്ള ബേസ് തയ്യാറാക്കാം. അതിനായിട്ട് 3 കപ്പ് അരിച്ചെടുത്ത മൈദ ആവശ്യമാണ്. നമുക്ക് ഓരോ കപ്പായിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പൊളിച്ച് പൊങ്ങാനായിട്ട് വെച്ചിരുന്ന ഈസ്റ്റ് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഈ പൊളിച്ച് പൊങ്ങിയ ഈസ്റ്റ് മാവിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കുറച്ചായിട്ട് മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ. അല്ലാതെ എല്ലാം കൂടെ ഒറ്റ തവണയായിട്ട് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മുടെ മാവ് വേണ്ട പരുവത്തിന് നന്നായിട്ട് കിട്ടുകയില്ല. അതുകൊണ്ട് ഓരോരോ തവണയായി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മുടെ മാവ് നല്ല കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കൈ അകത്തോട്ട് പോകണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി ഇതിലേക്ക് 2-3 ഡ്രോപ്പ് ഒലിവ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു 1.5 മുതൽ 3 മണിക്കൂർ വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിൽ മാത്രമേ പിസ്സ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നല്ല വൃത്തിയും നനവും ഉള്ളൊരു തുണി ഉപയോഗിച്ച് ഇങ്ങനെ മൂടണം. നമ്മുടെ മാവ് ഡ്രൈ ആവാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് പിസ്സയ്ക്ക് വേണ്ടുന്ന സോസ് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 4 തക്കാളി ആവശ്യമാണ്. 4 തക്കാളി നന്നായിട്ട് വേവിച്ചതിന് ശേഷം തൊലി നന്നായിട്ട് പീൽ ചെയ്യണം. ഇവിടെ ഞാൻ 2 തക്കാളിയെ കാണിക്കുന്നുള്ളൂ. 2 തക്കാളി ഞാൻ ഓൾറെഡി പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ 4 തക്കാളിയും മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ജ്യൂസ് പരുവാക്കി എടുക്കുക. അപ്പം നമ്മളുടെ വേവിച്ച തക്കാളി നല്ല ജ്യൂസ് പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1 ചോപ്പ്ഡ് ഒനിയൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒനിയൻ നന്നായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ആവുന്ന വരെ നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 6 ചോപ്പ്ഡ് ഗാർലിക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ജ്യൂസാക്കി വെച്ചിരുന്ന 4 തക്കാളിയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി 2 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്യാം. സോയ സോസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. ഈ സമയത്ത് കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം.
1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്യാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇവിടെ നമ്മുടെ പിസയ്ക്ക് കുഴച്ച് വെച്ചിരുന്ന മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരു 3 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. ഇത് നമുക്ക് കുഴയ്ക്കുമ്പോൾ കൈ പറ്റാതിരിക്കാൻ കുറച്ച് ഒരു 2-3 ഡ്രോപ്പ് ഒലിവ് ഓയിലൂടെ ചേർത്തിട്ട് ഇങ്ങനെ ചെയ്താൽ കയ്യിലൊന്നും ഒട്ടാതെ കിട്ടും. ഇവിടെ ഇപ്പം ഞാൻ 2 പിസ്സ ഉണ്ടാക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് പാർട്ട് ചെയ്ത് 2 ആക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മീഡിയം പിസ്സയുടെ പാനാണ്. അപ്പം നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് പാനിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ വരണം. പിന്നെ നമുക്ക് വേണ്ടുന്നതനുസരിച്ച് പിസ്സയുടെ ബേസിൻ്റെ തിക്നെസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് കൂടുതൽ തിക്കായിട്ട് വേണമെങ്കിൽ തിക്കായിട്ട് തന്നെ എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മൊസറല്ല ചീസ് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന പിസ്സ ബേസിലേക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബേസ് ഒരേപോലെ ബേക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സോസ് പിസ്സയുടെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കാം. തേക്കുമ്പോൾ നമ്മളുടെ ഈ സൈഡിലോട്ട് ഒരുപാട് വരാതെ നോക്കണം. സെൻറ്ററിൽ തന്നെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന മൊസറല്ല ചീസ് ഇങ്ങനെ വിതറി കൊടുക്കാം. ആവശ്യത്തിനുള്ള ചീസ് നമുക്കിപ്പോൾ വിതറാം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കത്തിൻ്റെ ഓരോ ചെറിയ പീസ് ഇങ്ങനെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒനിയൻ്റെ ചെറിയ പീസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളിയുടെ ചെറിയ പീസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഉപ്പും മുളക് പൊടിയും ചേർത്താണ് ഞാനിത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്യാം. ഞാനിവിടെ ഒരു പിസ്സയ്ക്ക് വേണ്ടി 8ഓളം പ്രോൺസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പം നമ്മൾ ക്യാപ്സിക്കവും ഒനിയനും പ്രോൺസും എല്ലാം വെച്ചു. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ചീസ് നന്നായിട്ട് വിതറി കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചീസ് വേണ്ട രീതിയിലിടാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, കുറച്ച് മതിയെങ്കിൽ കുറച്ചിടാം. കുറച്ച് കൂടുതൽ ഇട്ടാലായിരിക്കും നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായി ബ്ലാക്ക് ഒലീവ്സ് വെച്ച് കൊടുക്കാം. അത് പിസ്സയുടെ മെയിൻ അട്രാക്ഷനാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പം നമ്മളുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. പിസ്സ ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ OTG ഓവനാണ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് 150 ഡിഗ്രി സെൽഷ്യസിൽ ഞാനിവിടെ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തേക്കുന്ന ഓവനാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ പിസ്സ ബേക്ക് ചെയ്യാനായിട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഓവനിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പിസ്സ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റും ചെയ്യുക.